നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാരും ഇങ്ങ് വരട്ടെ. ഇതങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന കാര്യമില്ല. എല്ലാം അറിയുമ്പോ ആരെങ്കിലും ഒക്കെ ചങ്ക് പൊട്ടി ചാവണം. അയാളുടെ മുന്നിൽ കിടന്ന് പെടയണം. കഴുത്തിൽ താലിയില്ലാതെ അവള് റിസോർട്ടിലേക്ക് തിരിച്ചുപോയി. ഒട്ടും വൈകിക്കാതെ ഇതെല്ലാവരെയും നമുക്ക് അറിയിക്കണം. കഴുത്തിൽ നിന്ന് അവൾ താലി ഊരി എറിയാന്ന് പറഞ്ഞാ മുത്തശ്ശി അമ്മയും പിന്നെ പിടിച്ചു നിൽക്കില്ല. എന്നാ വാ, നമുക്കിപ്പോ തന്നെ അവരോട് പോയി പറയാം. അല്ല, അവരോട് ഞാൻ പറഞ്ഞേക്കാം. ഗൗതം ഒരു കാര്യം ചെയ്യും. അവള് താലിമാല വലിച്ചെറിഞ്ഞ സ്ഥലത്ത് പോണം, അതൊന്ന് എടുക്കണം. ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റു. അല്ല, എവിടെയാ മാല വലിച്ചെറിഞ്ഞത്? ദേ അവിടെ. ഗൗതം, നമ്മള് പ്ലാൻ ചെയ്തതെല്ലാം ഓരോന്നായി തട്ടിത്തെറിച്ചു പോവുക. ഇതിലെങ്കിലും നമ്മൾ പരാജയപ്പെടരുത്. കൽപ്പന ചെല്ല്, ഞാനിപ്പോ വരാം. എടോ, താനിത് എവിടെയായിരുന്നു കൽപ്പന? നമ്മൾ പുറപ്പെടുന്നതിന് മുൻപേ നമ്മൾ തമ്മിൽ ചെറിയൊരു മത്സരം ഉണ്ടായിരുന്നല്ലോ, വരുണിന്റെയും പ്രിയങ്കയുടെയും കാര്യത്തില്. അവരെത്രയൊക്കെ അഭിനയിച്ചാലും അതിനൊരു തെളിവ് കണ്ടെത്താതെ ഞാൻ അടങ്ങിയില്ലാന്ന് തീരുമാനിച്ചതാ. താനത് ഇതുവരെ വിട്ടില്ലേടോ. എങ്ങനെ എവിടുന്ന്? അവരുടെ കാര്യത്തില് എനിക്കെന്തോ അസൂയുള്ളതുപോലെയാണല്ലോ എല്ലാരും എന്നോട് പെരുമാറുന്നത്. വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണ് അവളുടെ കഴുത്തിൽ നിന്നും താലിമാല വലിച്ചൂരി എറിഞ്ഞ അതിന്റെ അർത്ഥം എന്താ? കൽപ്പന, ആരുടെ കാര്യം നീ പറയുന്നേ? പ്രിയങ്കയുടെ കാര്യം. അമ്മയുടെ മകൻ കെട്ടിയ താലി അവള് വലിച്ചെറിഞ്ഞു. എന്നിട്ട് റിസോർട്ടിലേക്ക് പോയിട്ടുണ്ട്. കൽപ്പനെ, ജയിക്കാൻ വേണ്ടി എന്നും പറയാമെന്ന് കരുതരുത്. പ്രിയങ്കയുടെ കഴുത്തിൽ താലിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം മുത്തശ്ശി വിശ്വസിക്കോ? വിശ്വസിക്കും. ആ, എങ്കിലേ എല്ലാരും വാ, നമുക്ക് റിസോർട്ടിലേക്ക് പോവാം. അവളുടെ കഴുത്തിലുള്ള താലി അവള് ബോധപൂർവം വലിച്ചെറിഞ്ഞതാണെങ്കിൽ അതിനർത്ഥം അവര് തമ്മിലുള്ള ബന്ധം അവസാനിച്ചു എന്നാ. തെളിവ് കണ്ടെത്താൻ തുടങ്ങിയിട്ടെ കുറച്ച് ദിവസങ്ങളായല്ലോ. അവസാനം ഇതും പരാജയപ്പെടുവോ? നീ വാ എടുക്കടാ. എന്നിട്ടേ എന്റെ കൂടെ വാ എല്ലാരും. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നിന്റെ കൂടെ ഞാൻ തോൽവി സമ്മതിക്കും. പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കുകയും ചെയ്യും. വാ, വാ.
അരുൺ വരുന്നുണ്ട്. ഒരു കാരണവശാലും ആ താലിമാല അവൻ ഇവിടെ നിന്ന് കണ്ടെത്തി കൊണ്ടുപോകാൻ പാടില്ല. എന്ത് ചെയ്തിട്ടായാലും തടയണം. ശരി. അവൻ എന്നെ ഇവിടെ കണ്ട സീനാണ്. ആ പൊക്കോ പൊക്കോ. എല്ലാവരും ഇങ്ങ് വരട്ടെ. ഇതങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന കാര്യമില്ല. എല്ലാം അറിയുമ്പോ ആരെങ്കിലും ഒക്കെ ചങ്ക് പൊട്ടി ചാവണം. അയാളുടെ മുന്നിൽ കിടന്ന് പെടയണം. പെട്ടെന്ന് വാ അമ്മേ. ഇതെന്റെ കഴുത്തിലിടാൻ എന്ന് തന്നെ എന്നോട് കൽപ്പിച്ചത്. ഇതെന്റെ ജീവനോട് ഞാൻ ചേർത്ത് വെച്ചു. ഇത് തന്നെയാ എന്റെ ജീവൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.